സൗന്ദര്യം ഒരു വന്യ സൗന്ദര്യമായിരുന്നു, അത്യന്തം വന്യതയിലുള്ള സൗന്ദര്യമായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഇവിടെ ഉണ്ടായ അപകടം. ഇത്രയധികം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് ഇത്രയും ഒരു അപകടം പതിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പുഞ്ചിരിമട്ടത്തെ പ്രധാന ജനവാസ മേഖലയാണിത്. ഇവിടെ നിരവധി വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ചില വീടുകളൊക്കെ ഇപ്പോഴും ഭാഗികമായെങ്കിലും ഇവിടെ ഉണ്ട്. എന്നാൽ ചില വീടുകൾ പൂർണ്ണമായും ഈ പുഴ എടുത്തുപോയി ഉരുളെടുത്തുപോയ അവസ്ഥയിലാണ്. തൊട്ട് താഴെയുള്ള വീടുകളൊക്കെ ആ അവസ്ഥയിലാണ്. നിരവധി വീടുകൾ ആ രീതിയിൽ നശിച്ചു. ഇതിന് പുറകിലുള്ള വീടുകളും ആ രീതിയിൽ പൂർണ്ണമായും നശിച്ചുപോയ വീടുകളാണ്. ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നശിച്ചുപോയ വീടുകൾ. വലിയ പാറക്കല്ലുകൾ, കൂറ്റൻ പാറക്കൂട്ടങ്ങൾ ഇവിടെ ഈ പ്രഭവ കേന്ദ്രത്തിന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ വലിയ ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടായത് ഇവിടെയാണ്. നിരവധി വീടുകളുടെ മേൽ പാറക്കൂട്ടങ്ങൾ വന്ന് വീണ് വൻ പാറക്കൂട്ടങ്ങൾ വന്ന് വീണ് ആ രീതിയിൽ നശിച്ചുപോയ സ്ഥലമാണ്. വലിയ രീതിയിൽ മരങ്ങൾ, വലിയ മരങ്ങൾ ഒടിഞ്ഞ് പലയിടത്തും ഇവിടെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഒരു റോഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ അതൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത തരത്തിൽ മാറിപ്പോയിരിക്കുന്നു. ഈ ഭാഗം പിന്നിട്ടാൽ പിന്നെ മുകളിലോട്ട് പോകുന്നത് ഒരു കോളനിയുണ്ട്. ആ കോളനിയും പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും വനഭൂമിയാണ്. ആ വനമേഖലയുടെ വേണം ഇതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക്, അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന്റെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പാലായിപ്പാറയും വെള്ളരിപ്പാറയും ഒക്കെ വരുന്ന ഭാഗത്തേക്ക് പോകാൻ. അതാണ് പുഞ്ചിരിമട്ടത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അരുൺ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിടാത്ത പ്രദേശമാണ്. അത്യന്തം നിയന്ത്രണങ്ങളുള്ള പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിയത്. എങ്കിൽ പോലും പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അത്രത്തോളം മനോഹരമായ ഒരിടത്ത്, പ്രകൃതി അത്രയും മനോഹാരിത ഒരുക്കിയിരുന്ന ഒരിടത്ത് നിന്ന് ഇത്രയും അധികം വലിയൊരു ദുരന്തം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അരുൺ വ്യക്തമാക്കുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുമുണ്ട്. ഇത്തരത്തിൽ ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയ വലിയ പാറക്കല്ലുകളും വെള്ളവും മരങ്ങളും എല്ലാം വഴിയിലുണ്ടായിരുന്ന സർവ്വ തടസ്സങ്ങളെയും തുടച്ചു നീക്കിക്കൊണ്ടാണ് അങ്ങ് ചാലിയാർ പുഴ വരെ എത്തി നിന്നത്. അതിനിടയിൽ എത്രയോ ജീവനുകൾ ഇപ്പോൾ കണക്കുകൾ എണ്ണി നമ്മൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും മരണനിരക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ ആശങ്കയുണ്ട്.